ഉത്തര കൊറിയയുടെ അടുത്ത ഏകാധിപതി ആരെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഈ ഒരു ചോദ്യത്തിന് ഇപ്പോൾ കൃത്യമായ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. കിം ജോങ് ഉന്നിന്റെ കരുത്ത നിഴലായി നിന്നിരുന്ന സഹോദരി കിം യോ ജോങ്ങിനെ പിന്നിലാക്കി വെറും 13 വയസ്സുകാരിയായ മകൾ കിം ജു എ അധികാരത്തിന്റെ അടുത്ത ചുവടുകളിലേക്ക് നീങ്ങുകയാണ്. ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട ആ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. ഏതാനും വർഷങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു കിം ജോങ് ഉന്നിന് ശേഷം ആര് എന്നത്. കിമ്മിന്റെ സഹോദരി കിം യോ ജോങ്ങിന്റെ ക്രൂരതയെക്കുറിച്ചും അധികാര സ്വാധീനത്തെക്കുറിച്ചും നിരവധി കഥകളാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ സ്വന്തം സഹോദരിയല്ല, മകൾ കിം ജു എയാണ് കിം തന്റെ പിൻഗാമിയായി വളർത്തുന്നതെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുകയാണ്. ദക്ഷിണ കൊറിയയിലെ രഹസ്യ അന്വേഷണ ഏജൻസിയായ നാഷണൽ ഇന്റലിജൻസ് സർവീസ് ആണ് ഇത് സംബന്ധിച്ച വാദങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആരാണ് കിം ജു എ? 2022 ഒരു മിസൈൽ പരീക്ഷണത്തിനിടെ അച്ഛന്റെ കൈപിടിച്ചു വന്ന ആ പെൺകുട്ടിയെ ലോകം കൗതുകത്തോടെയാണ് കണ്ടത്. എന്നാൽ ഇന്ന് ചിത്രങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. സൈനിക പരേഡുകളിലും ഔദ്യോഗിക വിരുന്നുകളിലും അച്ഛനൊപ്പം തുല്യ പ്രാധാന്യത്തോടെയാണ് ജൂയെ പ്രത്യക്ഷപ്പെടുന്നത്. വെറും ഒരു സാന്നിധ്യത്തിനപ്പുറം ഭരണപരമായ കാര്യങ്ങളിൽ മകൾ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. സാധാരണ കൊറിയൻ കുട്ടികൾക്ക് ലഭിക്കാത്ത ആഡംബര ഡിസൈൻ വസ്ത്രങ്ങളും പ്രത്യേക പരിഗണനയുമാണ് ജൂയയ്ക്ക് നൽകുന്നത്. ഇത് രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന നേതാവെന്ന പദവിയാണ് അവൾക്ക് നൽകുന്നത്. കിം ജോങ് ഉന്നിന്റെ വിശ്വസ്തയായിരുന്ന സഹോദരിയെ കിം ജോങ് കൈവിട്ടോ എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. അങ്ങനെ പലരും കരുതുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർക്ക് മറ്റൊരു അഭിപ്രായമാണുള്ളത്. കൊറിയൻ പാരമ്പര്യമനുസരിച്ച് കുടുംബത്തിന് പുറത്തുള്ള ഒരാൾക്ക് അധികാരം കൈമാറാൻ കിം തയ്യാറായേക്കില്ല. മകൾക്ക് അധികാരം കിട്ടുന്നതിനായി വഴിയൊരുക്കിയതും വനിതകൾക്ക് അധികാരത്തിൽ വരാമെന്ന ബോധമുണ്ടാക്കിയതും കിമ്മിന്റെ സഹോദരി തന്നെയായിരിക്കാം. കിം ജോങ് ഉന്നിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് നേരത്തെ പല വാർത്തകൾ വന്നിരുന്നു. കിമ്മിന് അസുഖമാണെന്നും അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ഒരു പിൻഗാമിയെ നിശ്ചയിക്കുന്നതെന്നും അഭ്യൂഹങ്ങളുണ്ട്. വരാനിരിക്കുന്ന വർക്കേഴ്സ് പാർട്ടി സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. കടുത്ത പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഉത്തര കൊറിയയിൽ ഒരു 13 വയസ്സുകാരി ഏകാധിപതിയായാൽ അത് ലോക ചരിത്രത്തിലെ തന്നെ വലിയ മാറ്റമായിരിക്കും. ലോകത്തിന്റെ സമാധാനത്തെ കിം ജു എയുടെ ഈ വളർച്ച എങ്ങനെ ബാധിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.